കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ജീഷയാണ് യങ്സയ്ക്ക് വേണ്ടി ആർട്സ് ചൂസ് ചെയ്തുകൊണ്ട് ഷീലിയും കുറച്ച് വിഷമിച്ച് ഇനി അവൻ ആർട്സ് എടുക്കണ്ടെന്ന് പറഞ്ഞ് അവൻ അത് കളഞ്ഞിട്ട് പോയി കാണും. അതിനേശ് ഇവിടെ അവളും സത്യത്തിൽ ഇവൻ ആർട്സ് ആണ് എടുക്കാമെന്നും ചോദിക്കുമ്പം അവനാണ് ഷോക്കായിട്ട് അതൊന്നും അവൻ ആർട്സ് എടുത്തോടെന്ന് പറഞ്ഞ് അവൻ ആർട്സ് ഇഷ്ടം അത് ചൂസ് ചെയ്യുന്നൊരു ഇഷ്ടമെന്നിങ്ങനെ പതിയെ പറഞ്ഞ് പെട്ടെന്ന് ഹെഡ്സെറ്റ് അങ്ങ് ഇടും. അപ്പോഴാണ് അവളും ഇവൻ അവസാനം എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേ തിരിഞ്ഞിരുന്ന് നാണിച്ചോണ്ടിരിക്കും. കാരണം എന്തായാലും ഇവളുടെ കൂടെ ഇനി പഠിക്കാൻ പോകുന്നത്. അങ്ങനെ അതിനേശ് ഇവരുടെ ക്ലാസ് ഒക്കെ സെപ്പറേറ്റ് ആകുന്നതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു പാർട്ടി വെക്കും. അങ്ങനെ അവിടെ വെച്ച് എൻസയും ജീഷു അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പം പുറയിന്ന് ഷീലിംഗ് ആണ് ഇവള് വിളിച്ചിട്ട് പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് വന്ന് നിൽക്കും. എന്നിട്ട് അവൻ അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പം ഇവളുടെ കസിനാണ് അവന്റെ ലവ് റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് അവിടുത്തെ ജ്യൂസ് ഒക്കെ കുടിച്ച് തീർത്തോണ്ടിരിക്കും. ഇത് കണ്ട് അവളും ദേഷ്യത്തി ജ്യൂസ് ആയാലും എന്തായാലും ഇത്രയൊന്നും കുടിക്കേണ്ടെന്ന് പറഞ്ഞ് അവനെ മര്യാദയ്ക്ക് താഴെ വയ്ക്കാൻ പറയും. ഇതേ സമയം ജീഷു ആണ് അവിടേക്ക് ഫ്ലവേഴ്സ് ആയിട്ട് വന്നിരിക്കുമ്പം യങ്സെ വീണ്ടും ജീഷു അവിടെ നിന്ന് പറഞ്ഞ് അവനെ തപ്പാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴാണ് ഷീലിംഗ് ആണ് അവൾ തടഞ്ഞെടുത്തിട്ട് ഇപ്പൊ നോക്കിയാലും ജീഷോ എന്ന് പറഞ്ഞ് എന്ത് പറയാനുണ്ടെങ്കിലും ആ ദിവനോട് പറയാൻ പറയും. അപ്പോഴാണ് അവളും സത്യത്തിൽ ആർട്സ് ആണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവൾ ഒന്നും കൂടെ ഉറപ്പിക്കാൻ നോക്കാന്ന് പറയും. ഇത് കേട്ട് ഇവനും എങ്കിൽ പിന്നെ അവൻ പഠിക്കുന്നൊന്നും ഇവൾ അറിയേണ്ടതും ചെയ്യിക്കും. അപ്പോഴാണ് അവളും പുച്ഛിച്ച് ഇവൻ ബുജ്ജി ആയതുകൊണ്ട് സയൻസിൽ എടുക്കത്തുള്ളെന്ന് പറഞ്ഞ് അവൾ തന്നെ തീരുമാനിച്ചിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനാണ് അപ്സെറ്റ് ആയിട്ടിരിക്കും. എന്നിട്ട് യങ്സെ ജീഷയെ കണ്ടെത്തി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അതേസമയം മറ്റേ സീനിയറാണ് സ്റ്റേജ് വന്ന് പാടാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ജീഷയാണ് ഫ്ലവേഴ്സ് എടുത്തോണ്ട് നേരെ അവളുടെ ചെന്നം കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ ചിരിച്ച് സംസാരിക്കുന്ന കാണുന്ന യങ്സയാണ് ഇവിടെ മൊത്തത്തിൽ തകർന്നുപോയി അവൾ കരഞ്ഞോണ്ട് അവിടുന്ന് പോയിട്ട് കസിനെ പോലെ ജ്യൂസ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരെയൊക്കെ കാണുന്ന ഷീലിങ്ങും നിങ്ങളുടെ കുടുംബം തന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവരൊക്കെ അവിടുന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവളാണ് ജീഷോ മറ്റേ സീനിയറായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കുറച്ച് സങ്കടത്തിലേക്ക് അടുത്തേക്കൊന്ന് നോക്കും. അപ്പോഴാണ് അതേസമയം ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു പെങ്കൊച്ചാണ് നമ്മുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് ഒരു പെങ്കൊച്ച് വരാൻ പോകാന്ന് പറഞ്ഞ് അവള് ഷീയെ കാണാൻ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് മിക്കവാറും ഇനി പയ്യന്മാർ അവളുടെ പുറയിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കേട്ട് യങ്സയും കുറെ ഓവർ ഷോ ആണല്ലോ എന്ന് പറഞ്ഞ് ആ പെങ്കൊച്ചിന്റെ പേരെന്തോന്ന് ചോദിക്കുമ്പോൾ മറ്റവൾ ആലോചിച്ച് നോക്കിയിട്ട് അവളുടെ പേരെങ്ങാണ്ട് ഷൗഷുൻ അങ്ങനെ എങ്ങാണ്ട വരുന്നതെന്ന് പറയും. അങ്ങനെ ഈ പേര് കേട്ട ഉടനെ അവളും കുറച്ച് ഷോക്കാവും. കാരണം ഇവളുടെ ഷീയുടെ പണ്ടത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ ഷൗഷുവാൻ. അങ്ങനെ വീട്ടിൽ എത്തിയതിനു ശേഷം ഇവിടെ യങ്സയാണ് അതൊക്കെ ആലോചിച്ച് നോക്കും. അങ്ങനെ ഇവർ രണ്ടുപേരോടും ഒരു വാക്കുപോലും പറയാതെ അവൾ വിദേശത്ത് പോയ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് അവളെ ഓർത്ത് നല്ലോണം വിഷമമെന്നാണ്. പക്ഷെ അതിനുശേഷം ഷീയുടെ അച്ഛനമ്മ പോയത് അറിഞ്ഞിട്ടും അവൾ ഒരു അനക്കമില്ലാത്തോണ്ട് ഷീക്കായിരിക്കും നല്ല ദേഷ്യമുള്ളത്. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സാറാണ് വിദേശത്ത് ഇവർ സ്കൂൾ നോക്കാൻ വരുന്ന പിള്ളേരെയൊക്കെ ഈ വെക്കേഷൻ ഇവർ വേണം വീട്ടിലൊക്കെ വെച്ച് നല്ലോണം നോക്കേണ്ടതെന്ന് പറഞ്ഞ് അവർക്കൊക്കെ അഡ്വൈസ് കൊടുത്തിട്ട് പോകും. അങ്ങനെ അതിനുശേഷം ഇവർക്ക് ആരെ വേണമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പം അതിനകത്ത് വരാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ഫോട്ടോ ഒന്നും ഇല്ലാത്തോണ്ട് ഇവരെയൊക്കെ ആര് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ജീഷയും ഇവരൊക്കെ സെലക്ട് ചെയ്തിട്ട് അവസാനം ഏതോ ഉള്ള അത് അവൻ എടുത്തോളാന്ന് പറയും. ഒരു പിന്നീട് ആ സ്റ്റുഡന്റിനെ കാണും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവന്റെ അടുത്ത് വന്ന ഇവന്റെ ആളെ മാറ്റിത്തരാന്ന് പറയുമ്പം പെട്ടെന്ന് യങ്സിയാണ് ഇവനെ കണ്ട് വിഷമിച്ച് ഇവനും സീനിയറും ക്ലോസ് ആയി പറഞ്ഞ് അവൾ ആ ഹൗസിൽ തന്നെ പെട്ടെന്ന് ഒരു പയ്യന്റെ പേര് ചൂസ് ചെയ്യും. അപ്പോഴാണ് ജീഷയാണ് ആ ഫോം കണ്ടിട്ട് ഇതൊരു പയ്യനാന്ന് പറഞ്ഞ് ഇവൾക്ക് വേണേ വേറെ പെൺകുട്ടി ചൂസ് ചെയ്യാൻ പറയുമ്പം അവളും ദേഷ്യത്തി പയ്യനായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനോട് അവൾക്ക് ദേഷ്യം കാണും. അവനും ചെറിയ അപ്സെറ്റായി അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ യങ്സെ മാത്രം അവിടുത്തെ ബോർഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ജീഷ പറയുന്നത് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ട് അവൾക്ക് സന്തോഷം വന്നാലും ഇവന് മറ്റവളെല്ലാം ഇഷ്ടം പറഞ്ഞ് അവൾ വീണ്ടും അപ്സെറ്റായി അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയത്താണ് പെടുന്ന ജീഷയും അവനും മറ്റേ സീനിയറും കസിൻസാന്ന് പറയും. അങ്ങനെ ഇത് കേട്ടതോടെ അവളാണ് ഇവനിപ്പോ എന്തോ പറഞ്ഞു ചോദിക്കുമ്പോൾ അവൻ ഇന്നലെ ഡാൻസ് കളിച്ച കസിൻ ഇവന്റെ കസിനാന്ന് പറഞ്ഞിട്ട് അത് ആർക്കും അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾക്കാണ് സന്തോഷം വന്നിട്ട് എങ്കിൽ പിന്നെ പെട്ടെന്ന് എന്തിനാ ഇവളോട് ഈ കാര്യം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവനും ചുമ്മാ ഒന്ന് സംസാരിച്ചാന്ന് പറയും. അങ്ങനെ അതോടെ അവൾക്ക് ഇവിടെ മൊത്തത്തിൽ നാണാകും. അപ്പോഴാണ് അവിടെയൊക്കെ ഇരുന്ന് ഷീലിംഗ് ആണ് ഇത് കണ്ടിട്ട് അവന് സന്തോഷപ്പെട്ടിട്ട് കുറച്ച് വിഷമത്തി അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ജീഷയും പെട്ടെന്ന് തിരിഞ്ഞ് അവൾ നാണിക്കുന്ന നോക്കിയ ഉടനെ ഇവനും നാണം വന്ന് അങ്ങോട്ടേക്ക് നോക്കി ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവള് പതി അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ വെക്കേഷന് ഇവൻ ഫ്രീ ആണെന്ന് ചോദിക്കുമ്പം അവന് വെക്കേഷൻ സമയത്ത് അവന് പഠിക്കാനുണ്ടെന്ന് പറയും. അപ്പോഴാണ് അവളും കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം അവൻ എല്ലാ സമയത്തും പഠിക്കത്തില്ല ചില സമയത്തൊക്കെ ഫ്രീ ആന്ന് പറയും. അതുകൊണ്ട് ഇവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിക്കുമ്പം അവളാണ് അച്ഛന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഇവനൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി അവളോട് ഷോപ്പിങ്ങിന് വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൻ പെട്ടെന്ന് അവന്റെ ഫോൺ നമ്പർ അങ്ങ് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ഇവളും ജീഷയുടെ ഫോൺ നമ്പറൊക്കെ കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൾക്ക് എന്തായാലും ഒരു ബോൾ വരുന്നുണ്ട് പെട്ടെന്ന് ഷീലിങ്ങോട് അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അതോടെ അവളും ദേഷ്യത്തി ഇവനെ കണ്ടാലേ ഫുള്ളും ബാഡ് ലക്കാന്ന് പറഞ്ഞ് അവനോട് പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പം അവന് ഞാൻ കാരണം ബാഡ് ലക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നേന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമാകുമ്പോൾ തന്നെ അവൾ ജീഷയുടെ ഫോൺ നമ്പർ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് 9230 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവന് 000 എന്ന് പറഞ്ഞ് അവളെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ദേഷ്യത്തി വീണ്ടും അവന്റെ അടുത്ത് നമ്പർ വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടെ വെച്ച് ജീഷ ഇവളെ കണ്ടിട്ട് ഇവളെന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു ചോദിക്കുമ്പം അവളും ഇവന്റെ ഫോൺ നമ്പർ മറന്നുപോയെന്ന് പറഞ്ഞ് ഒന്നും കൂടെ പറഞ്ഞുതരാൻ പറ്റുമോ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ചിരിച്ചുകൊണ്ട് ഇവളുടെ കൈ തരാൻ പറഞ്ഞിട്ട് അതിനകത്ത് ഫോൺ നമ്പർ എഴുതി കൊടുക്കും. അപ്പൊ അവളും പെട്ടെന്ന് എങ്കിൽ പിന്നെ ക്ലാസ്സിൽ വെച്ചെന്തിനാ ഇവന്റെ നമ്പർ കാണാപ്പാടം പഠിച്ച് ഷീക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പം അവനും ഇവളെ കാണാപ്പാടം പഠിച്ചോന്ന് പറഞ്ഞ് അവൻ അതിനു വേണ്ടിയാ തന്നെ
വന്നതെന്ന് മനസ്സിൽ വിചാരിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സന്തോഷത്തെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറേന്ന് വീണ്ടും ഷീലിംഗാണ് ഇവള് വിളിച്ചിട്ട് ഫ്രണ്ടി വന്ന് അവള് പേടിപ്പിക്കും. അതിനുശേഷം അവനും ഇവളൊന്നും പറയാതെ സന്തോഷത്തിൽ പോകുന്നുണ്ട്. ഇവനിപ്പോ ഒന്ന് തെറി വിളിക്കണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളും ഹാപ്പി ആയിട്ടുള്ള മൂഡായതുകൊണ്ട് ഇവൻ എന്തോ പറഞ്ഞാലും മൈൻഡ് ചെയ്യത്തില്ലെന്ന് പറയും. അപ്പൊ അവന് ഇവളുടെ മൂഡ് എന്തോ സ്വിച്ച് ആണെന്ന് പറഞ്ഞ് കുറച്ച് സമയം മുമ്പ് വരല്ലേ ഇവള് ദേഷ്യത്തിരുന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ജീഷോ അവന് മറ്റേ സീനിയറും കൂടെ കസിനാന്നുള്ള കാര്യം ഇവളോട് പറഞ്ഞെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് ആ കാര്യം അവന് മുമ്പേ അറിയാന്ന് പറയും. കൂടാതെ അവർ രണ്ടൊരു കസിൻസാന്ന് ഇവളോട് പറയാൻ പറഞ്ഞത് അത് ഇവൻ തന്നെയാ, അതല്ലെങ്കിൽ ജീഷോ ഇവൾ തെറ്റിരിക്കുന്നു വിചാരിച്ച് പറഞ്ഞ പോലും കാണത്തില്ല. അപ്പോഴാണ് അവളും പറയാവുന്ന അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് എങ്കിൽ പിന്നെ ഇവൻ കാരണമാണ് ജീഷോ പറഞ്ഞതെന്ന് ഇവന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ജീഷോട് ഇവൾ സങ്കടത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ആ കാര്യം നേരിട്ടെന്ന് പറഞ്ഞു ചോദിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് ഷീലിംഗാണ് ഇവരുടെ ലവ് സെറ്റാക്കാൻ വേണ്ടി അവൻ അകത്തിരുന്ന് വിഷമിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവന് പോകാൻ സമയം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇവൾ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവളുടെ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാൻ കുറച്ച് സമയം എന്താന്ന് പറഞ്ഞ് അവനെ കുത്തിയിരുത്തി വീണ്ടും ജീഷയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഈ ഞായറാഴ്ച ഇവളുടെ അച്ഛന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കൂടാരാന്ന് പറഞ്ഞെന്ന്. അങ്ങനെ അത് കേട്ട് അവൻ ഷോക്കായിട്ട് ജീഷയാണോ ഇവളുടെ ഷോപ്പിങ്ങിനെ സമ്മതിച്ചെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഇവളാണ് അവന് പഠിക്കാനൊക്കെ ഉണ്ട്, എന്നാലും ഇവൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് വരുമെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവന് വിശ്വസിക്കാനൊക്കാതെ അവൻ പഠിത്തമൊക്കെ നിർത്തിയിട്ട് വരുമെന്ന് പറഞ്ഞ് അവനെ അസൂയപ്പെട്ടിട്ട് ഇവളെ സന്തോഷിച്ചിരിക്കുന്നുണ്ട്. അവൻ ഇത് കാണാനുള്ള സന്തോഷം അവനില്ലെന്ന് അവൻ അവിടെ നിന്ന് ടാക്സി പിടിച്ചു പോകും. അതിനുശേഷം വീട്ടിൽ വെച്ച് യങ്സയും ഇവൾക്ക് ജീഷോ ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞ് കാണിക്കുമ്പോൾ അവളാണ് ജീഷോയുടെ ഫോൺ നമ്പർ എപ്പോഴും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് യങ്സയും എങ്കിൽ പിന്നെ അവൻ എന്തിനാ നമ്പർ അന്ന് ഇവളുടെ കൊടുക്കാൻ പറഞ്ഞെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഷീയാണ് മറ്റേ ശൗഷൻ നമ്മുടെ സ്കൂളിൽ വരാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ വന്ന് അവൾ ക്ഷമിക്കുകയും ചോദിക്കുമ്പോൾ ഇത് കേട്ട് യങ്സയും അവൾ നമ്മളോടൊന്നും പറയാതെ ഇവിടെ നിന്ന് പോയതല്ലേ, ഒരേ അവൾ വരുവാണെങ്കിൽ പോലും നീ അവൾ ക്ഷമിച്ചാൽ മാത്രമേ ഞാൻ ക്ഷമിക്കത്തുള്ളൂ, കാരണം നിന്റെ പാരന്റ്സിന് നടന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടും അവൾ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നിന് ഇവളും ഷീയുടെ ഒപ്പം തന്നെ കാണും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ താങ്ക്സ് പറയും. എന്നിട്ട് ഇവിടെ ഷീലിംഗ് ആണ് ജീഷോയുടെ വീട്ടിൽ വന്നിട്ട് അവനോട് ദേഷ്യത്തിലൊക്കെ ഇരിക്കും. അപ്പോഴാണ് ഇതുണ്ട് ജീഷയും ഇവനിത് എന്തോ പറ്റിയും ചോദിക്കുമ്പോൾ അവർ ഇവനെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൻ യങ്സെ ഇവൾ ഇഷ്ടപ്പെടുന്നുണ്ട് അസൂയപ്പെട്ടിരിക്കും. അതിനുശേഷം ജീഷയും അവൻ ഈ ഞായറാഴ്ച കുറച്ച് ബിസിയാന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ഷീലിംഗും ഇവൻ അവിടെ പോകുന്ന അവൻ അറിയാന്ന് പറഞ്ഞിട്ട് ഈ ഇടയ്ക്കായിട്ട് പുറത്തൊരു സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്ന കട തുറന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവിടെ പോയി അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ ഐഡിയ ഒക്കെ തരുമ്പം ജീഷയ്ക്കൊന്നും മനസ്സിലാവാതെ അവന് സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ഇവനെ കൊണ്ട് എന്തോ ചെയ്യാനെന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ ഇങ്ങനെ ഷോ അടിച്ചിരിക്കുമ്പോൾ ജീഷയ്ക്ക് പെട്ടെന്ന് കത്തിയിട്ട് താങ്ക്സ് അളിയാ എനിക്ക് ഐഡിയ എന്നതിന് എന്നിന് യങ്സയ്ക്ക് അത് ഇഷ്ടമെന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ സൺഡേ ഒരു ഡേറ്റിന് പോകാൻ വേണ്ടി യങ്സ ഇവിടെ ഫുള്ളും ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇതേ സമയം ജീഷയാണ് നേരത്തെ തന്നെ അവൾക്ക് വേണ്ടി എത്തിയിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് അവൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു വെറൈറ്റി കോസ്റ്റ്യൂം വരുമ്പം ഇവനും കണ്ട് മൊത്തത്തിൽ അങ്ങ് ഷോക്കാവും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവിടെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പയ്യനാണ് ചേട്ടാന്ന് പറഞ്ഞ് അടുത്തേക്ക് കൂടി എത്തിയിട്ട് ഇവിടെ അടുത്ത് ഹോട്ടൽ എവിടാന്ന് ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് യങ്സയാണ് ദാ അവിടെ ഉണ്ട് മോനെ കടയെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ പയ്യന് താങ്ക് യു ആന്റി എന്ന് പറഞ്ഞിട്ട് പോയ ഉടനെ ഇവളും ദേഷ്യത്തി ആരാണ് നിന്റെ ആന്റി എന്ന് പറഞ്ഞ് അവൾക്ക് മൊത്തത്തിൽ കലിപ്പാകും. അപ്പോഴാണ് ജീഷയും ഇവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് ഷീലിയും പറഞ്ഞ കടയിലേക്ക് ചെല്ലും. ഇതേ സമയം ഇന്ന് തന്നെയാ ആ വിദേശത്ത് നിന്ന് സ്റ്റുഡൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഷീലിങ്ങും ഷീയും കൂടെ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് മനഃപൂർവ്വം ഷീലിങ്ങും യങ്സയാണ് ഒരു പയ്യനെ എടുത്തേക്കുന്നുണ്ട് ഇവൻ അവളുടെ വീട്ടിൽ പോയി ശരിയാത്തില്ലെന്ന് അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കും. ഇതേ സമയം അവള് ജീഷയായിട്ട് കടയിൽ ചെന്നിട്ട് ഫുൾ അടിച്ചുവാരി കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇവൻ കഴിക്കാതിരിക്കുന്നുണ്ട് ഇവൻ എന്താ കഴിക്കാത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവളാണ് സ്റ്റോപ്പായിട്ട് അവൾക്കും സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അതെടുത്ത് അറിയിക്കും. പക്ഷെ ഇതിനു മുമ്പ് 3 കപ്പ് അവൾ അടിച്ചുവാരി കഴിച്ച. എന്നിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മറ്റേ വിദേശത്ത് നിന്ന് സ്റ്റുഡന്റും ഇവരുടെ കൂടെ ആയിരിക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. അപ്പോഴാണ് അവളും യു ടു ആർ വെരി സ്വീറ്റ് എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനമ്മയെ കണ്ടു പറയുമ്പം അവർക്കൊന്നും മനസ്സിലാകാതെ ഈ പെങ്കുച്ച് എന്തോ പറഞ്ഞെന്ന് യങ്സയെ നോക്കി ചോദിക്കും. അപ്പോഴാണ് അവൾക്കാകെ സ്വീറ്റേ മനസ്സിലായുള്ളെന്ന് പറഞ്ഞ് അച്ഛനമ്മ ഉണ്ടാക്കിയ ഫുഡ് മധുരം കൂടുതലാന്ന് ആ പെങ്കുച്ച് പറയാന്ന് പറയും. അങ്ങനെ ഇതും വിശ്വസിച്ച് അവളുടെ അമ്മയും അച്ഛനും കുറച്ച് മധുരം കൂടിപ്പോയ മോളെന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഷീക്കാണ് ചിരി വന്നിട്ട് അവൾ അതല്ല പറഞ്ഞ് രണ്ടുപേരും നല്ലോണം സ്നേഹം കാണിക്കുമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞെന്ന് പറയും. അതുകൊണ്ട് യങ്സയുടെ അച്ഛനമ്മയും കൂടെ ഇവൾ ഇംഗ്ലീഷ് അറിയാതെ അവരും കൂടെ നാണം കെടുത്തിയെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഷീയെ കണ്ട് പഠിക്കാൻ പറയും. എന്നിട്ട് അന്ന് രാത്രി ഷീലിംഗാണ് യങ്സയെ വിളിക്കുമ്പോൾ അവൾ ഉദ്ദേശിച്ചത് എന്തോന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും ഇവനോട് സംസാരിക്കും മാത്രം എന്തോ ഇത്ര ദേഷ്യപ്പെടുന്നെന്ന് പറഞ്ഞ് അവനെല്ലാം ചെയ്തോന്ന് ചോദിക്കും. കൂടാതെ ഇവള് ചൂസ് ചെയ്ത പയ്യനെ അവന്റെ വീട്ടിലെ താമസിപ്പിച്ചേക്കുന്നെന്ന് പറഞ്ഞ് അതിന് കടപ്പാടൊക്കെ വേണമെന്ന് പറയുമ്പം ഇവളാണ് ശരി ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾ ഈ സഹായം മറക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവരും ആ സ്റ്റുഡൻസിനെ വിളിച്ചുകൊണ്ട് പുറത്ത് കറങ്ങാനൊക്കെ പോയിട്ട് ഒരുമിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴാണ് ജീഷയാണ് യങ്സയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ അടുത്തൊരു ഫേമസ് ആയിട്ടുള്ള കടയുണ്ട് അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഇവന്റെ കൂടെ രാത്രി കഴിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവള് ഷൈയായി ഇവൾ വരാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ആ വിദേശത്തുള്ള സ്റ്റുഡന്റും അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ പോയ ഉടനെ ഇവള് ഫോൺ ബാറ്ററി ഓഫ് ആയി പോയി പിന്നെ വിളിച്ചങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞ് ഇവൾ അതാലോചിച്ച് ടെൻഷൻ ആയിട്ടിരിക്കും. അതിനേശ് ഇവിടെ യങ്സയും ഷീയോട് ഇന്ന് അവള് രാത്രി താമസിച്ച് വീട്ടിൽ വരുത്തോന്ന് പറഞ്ഞ് അച്ഛനമ്മയോട് ഈ കാര്യം പറയാൻ വേണ്ടി പറയും. അതിനേശ് യങ്സയും രാത്രി വരെ അവൾ
അവള് ജീഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതേസമയം ഷീയാണ് വീട്ടില് യങ്സയുടെ അച്ഛനമ്മയോട് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇത്രയും വർഷം അവള് നോക്കിയതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവരോട് സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവളിപ്പോ വീട്ടിൽ വന്നിട്ട് 1 വർഷമായി. അങ്ങനെ അതുകൊണ്ട് അവർ രണ്ടും കൂടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു മോളെ എന്ന് പറഞ്ഞ് ഇവരോടൊക്കെ സംസാരിച്ചോണ്ട് യങ്സ് എന്തോ ഇതൊരു വീട്ടുകാരത്തെന്ന് പറഞ്ഞ് അവളെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഷീക്ക് ചെറിയ സങ്കടം വരും. കാരണം ഇവളെ ഓർത്ത് അങ്ങനെ വിഷമിക്കാൻ ആരുമില്ലെന്ന്. അങ്ങനെ കുറെ സമയമായിട്ടും യങ്സെ വരാതിരിക്കുന്നുണ്ട് അവളുടെ അച്ഛനമ്മയും കൂടെ വീടിന്റെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന മറ്റേ വിദേശത്തെ പെൺകുട്ടിയും ഇവളുടെ അപ്പൊ യഥാർത്ഥത്തെ അമ്മയച്ഛനല്ലേ ചോദിക്കുമ്പോൾ അവളാണ് സങ്കടത്തി ഇവളെ ദത്തെടുത്തിയ, അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തെ ആ സ്നേഹം കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവളും കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കും. ഇതേസമയം മണിക്കൂറുകളായിട്ട് യങ്സെ ജീഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവന് കുറെ സമയം കഴിഞ്ഞ് അവന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്ന ആ വിദേശത്തുള്ള പയ്യനായിട്ട് വരും. അങ്ങനെ ഇവനെ കണ്ട് അവൾ സന്തോഷിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ തന്നെ അവന് ഷീ എന്തെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് തിരക്കും. അങ്ങനെ ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവളുടെ സന്തോഷം എല്ലാം പോയിട്ട് അപ്പൊ ഇവളെ വരാൻ പറഞ്ഞത് ഷീയെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അവള് ഷീയെ കൂടെ വിളിച്ചോണ്ടെന്നില്ല. അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞ് അവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനേശം ഇവിടെ മറ്റേ സ്റ്റുഡന്റും ഷീ എന്തെന്ന് പറഞ്ഞ് ഇവനോട് വീണ്ടും ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ജീഷയ്ക്കാണ് ദേഷ്യം വന്നിട്ട് ഷീ എവിടാണെങ്കിൽ ഇപ്പൊ നിനക്കെന്തുവാ, നിനക്ക് അവളെ തപ്പണമെങ്കിൽ നീ ചെന്ന് വിളിക്കാത്തത്, ഇപ്പൊ നീ കാരണം എന്റെ പെണ്ണ് ഇപ്പൊ ദേഷ്യത്തിലാ പോന്നെ എന്ന് അവൻ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന മറ്റവന് വേണ്ടിയാണ് ഷീയെ ചോദിച്ചതെന്ന്. ഇതേ സമയം യങ്സയും അവന് വേണ്ടി കാത്തിരുന്നേക്ക് ചുമ്മാതാണെന്ന് പറഞ്ഞ് അവന് ഷീയെ ഇഷ്ടമെന്ന് ആലോചിച്ച് ഇവൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവള് താമസിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവളുടെ അച്ഛനാണ് ദേഷ്യത്തിൽ ഇവൾ ഇത്ര സമയം എവിടെ പോയി ഞാൻ ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് അച്ഛനും ഇവളെ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ ഇനി മേലെ ഇതുപോലെ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് ഷീയും യങ്സെ തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ട് അവളും കണ്ടിട്ട് കിടക്കാൻ വേണ്ടി പോകും. അതിനേശം അടുത്ത ദിവസം ആ സ്റ്റുഡൻസിനെ എല്ലാം പറഞ്ഞയക്കാൻ വേണ്ടി ഇവരൊക്കെ എയർപോർട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഷീലിംഗാണ് മാസ്ക് ആയിട്ട് യങ്സെ ഒന്ന് പേടിപ്പിച്ച ഉടനെ അവളാണ് ഇത് ആരാന്ന് പറഞ്ഞു നോക്കും. അപ്പോഴാണ് അവനും ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് അവനൊരു ക്യാമ്പിന് കുറച്ച് ദിവസത്തേക്ക് വിദേശത്ത് പോകാന്ന് പറഞ്ഞ് ഇവളെ കണ്ടിട്ട് ഒരു ബായ് പറയാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം മറ്റേ വിദേശത്തുള്ള സ്റ്റുഡന്റും ഷീയും നോക്കി പ്രൊപ്പോസ് ചെയ്യും. അപ്പോഴാണ് ആ ഫ്ലവേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സാറും ദേഷ്യത്തി ഇവനെന്ത് തേങ്ങ കാണിക്കാന്ന് പറഞ്ഞ് മര്യാദ ഈ പ്രായത്തിൽ പഠിക്കുന്നല്ലാതെ ലവിന്റെ പുറകിൽ നിന്ന് പോലെന്ന് പറയും. അങ്ങനെ ഇതുകൊണ്ട് കൂടെ വന്നവരൊക്കെ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീഷയാണ് യങ്സയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ ഫ്ലവേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമെന്ന് പറഞ്ഞ് അവൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നവരെ കൂടുതൽ ഇഷ്ടം എന്ന് പറയും. അതുകൊണ്ട് ഇവർ തിരിച്ച് പോകുമ്പോൾ തന്നെ ജീഷയും എങ്കിൽ പിന്നെ ഇവന് ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഇവരോട് ഒരുമിച്ച് പോകാൻ വേണ്ടി അവന് കൂടെ ചെല്ലും. അപ്പോഴാണ് യങ്സ് ഇവന്റെ വീട് വേറെ ഡയറക്ഷൻ അല്ലെന്ന് പറഞ്ഞ് ഇവൻ എന്തിന് ഇവരോട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് വേറെ ടാക്സി പിടിക്കാനൊന്നും സമയമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറിനകത്തും കയറിയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലാവാതെ അവനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ജീഷി ആ സമയം കൊണ്ട് തന്നെ ഇവൾക്ക് മെസ്സേജ് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പോകും. കാരണം അവളെ പോലെ തന്നെ ഇവന് ഇഷ്ടം പറയാൻ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവൾക്ക് മെസ്സേജ് ഇവളുടെ കൂടെ ഇപ്പോൾ ഒരുമിച്ചുള്ളതുപോലെ ജീവിതകാലം ഫുള്ള് ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഒരു പോയൊക്കെ എഴുതി അവൾക്ക് അയച്ചു കൊടുക്കും. പക്ഷെ അപ്പോഴാണ് അറിയാൻ വരുന്ന ആ മെസ്സേജ് പോകുന്ന ഷീയുടെ ഫോണിലേക്ക്. അതുകൊണ്ട് അവളും ആ മെസ്സേജ് കണ്ട് കുറച്ച് ഷോക്കാവും. അതിനെ ശിവർ അവിടെ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഷീയും ഒരു പയ്യനെ ഇവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് പക്ഷെ അതെങ്ങനെ ഡീസന്റ് ആയിട്ട് റിജക്ട് ചെയ്യണമെന്ന് ഇവൾക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് യങ്സയും ഇതിനുമ്പ് കുറെ പയ്യന്മാർ റിജക്ട് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഇവൾ എന്തിനാ ഇപ്പൊ അഡ്വൈസ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷീയാണ് ഇതിനുമ്പ് അറിയാത്തമാര് റിജക്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ തന്നെ പ്രൊപ്പോസ് ചെയ്ത എങ്ങനെ റിജക്ട് ചെയ്യണമെന്ന് ഇവൾക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് യങ്സെ ഷോക്കായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ അത് ആരാന്ന് അറിയാൻ വേണ്ടി കുറെ അങ്ങ് എക്സൈറ്റ് ആകും. അപ്പോഴാണ് അവൾക്ക് അയച്ച മെസ്സേജ് കണ്ടിട്ട് ഇത് ഫുള്ള് ക്രിഞ്ച് പോയമാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരെ പ്രൊപ്പോസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഷീയാണ് അത് അയച്ചത് ജീഷയാണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവളാണ് ഞെട്ടിപ്പോകും. ഇതേ സമയം അവളെ പ്രൊപ്പോസ് ചെയ്യുന്ന വിചാരിച്ച് ഇവനെ റിപ്ലൈക്ക് വേണ്ടി ഭയങ്കര ടെൻഷനായിട്ട് വെയിറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ യങ്സെ ആണ് ജീഷോ. അപ്പൊ ഇവൾ വിചാരിച്ച പോലെ തന്നെ ഷീയെ പ്രണയിക്കുമെന്ന് വിചാരിച്ച് അവനെ റിജക്ട് ചെയ്യാൻ വേണ്ടി ഇവൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവളുടെ എന്ന ഫോം വാങ്ങിക്കുമ്പോൾ ഷീയും പേടിച്ചിട്ട് കുറച്ച് ഡീസന്റ് ആയിട്ടൊക്കെ റിജക്ട് ചെയ്യാൻ പറയും. അങ്ങനെ അവനെ വേദനിപ്പിക്കില്ലെന്ന് പറയുമ്പോൾ യങ്സയും അങ്ങനെ വേദനിപ്പിക്കാതിരുന്ന ആ വീണ്ടും വീണ്ടും നിന്റെ പുറകെ വരും, അതൊക്കെ നമുക്ക് വേണം. റിജക്ട് ചെയ്യുമ്പോൾ പിന്നെ അവൻ തിരിഞ്ഞോലും നോക്കാത്തക്ക രീതിയിൽ റിജക്ട് ചെയ്യണം. എന്നാൽ അവൾ അപ്പം തന്നെ നീയൊക്കെ സ്വപ്നത്തിൽ എന്നെ സെറ്റാക്കാൻ പറ്റത്തില്ലടാന്ന് പറഞ്ഞ് വേണേ അടുത്ത ജന്മത്തിൽ കാണാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ ഇവളുടെ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് അവൻ അടുത്ത ചെന്ന് നോക്കുമ്പോൾ ആ മെസ്സേജ് കണ്ട് അവൻ മൊത്തത്തിൽ തകർന്നു പോകും. അപ്പോഴാണ് അടുത്തിരുന്നവന്റെ കസിനും അങ്ങനെ എന്തോ മെസ്സേജ് ആണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ചോദിക്കുമ്പോൾ അവന് കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറിയിരിക്കും. അങ്ങനെ ആ സമയത്താണ് യങ്സയുടെ കസിൻ ഇവളെ ഫോൺ വിളിച്ചിട്ട് സീനിന്റെ ഇപ്പൊ എവിടെ എന്ന് പറഞ്ഞ് അവൻ തിരക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും എവിടെ പോയി ഇവൻ എന്തോന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ ജീഷി അപ്സെറ്റായി ഇവന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ അങ്ങോട്ടേക്ക് പോകാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവളും ഇവനിത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് മറ്റേ വിളിച്ച് ഇവൾ എന്തോ ചെയ്യും ചോദിക്കും. അപ്പോഴാണ് ജീഷയും ഇവരത്തമ്മ സെറ്റായെന്ന് ചോദിക്കുമ്പോൾ അവളാണ് സെറ്റായതൊന്നുമില്ല, അത് വൺ സൈഡാന്ന് പറഞ്ഞ് അവൻ സ്വപ്നത്തിൽ വിചാരിച്ചാലും അത് നടക്കത്തില്ലെന്ന് പറയും. അവന്റെ അടുത്ത ജന്മത്തിൽ നോക്കാന്ന് ഇവൾ ആ ഡയലോഗ് പറയുമ്പോൾ ജീഷയും പെട്ടെന്ന് ദേഷ്യത്തി നിനക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യനെ എത്ര കഷ്ടപ്പെട്ട് പ്രൊപ്പോസ് ചെയ്യുന്നത്, നീ അതിനെ വിലയില്ലാതാക്കി അവരെ വേദനിപ്പിക്കുന്നു, കുറച്ചെങ്കിലും ബഹുമാനം കാണിക്കുക, അല്ലാതെ അടുത്ത ജന്മത്തിൽ കാണാന്ന് പറഞ്ഞ് അവർ ഇൻസൾട്ട് ചെയ്യാതെ എന്ന് ഇവൻ പെട്ടെന്ന് ചൂടായ ഉടനെ അവന്റെ ചേച്ചിക്കൊന്നും മനസ്സിലാവാതെ ഇവന് പെട്ടെന്ന്
എന്തോ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും തിരിച്ചൊന്നും പറയാതെ സൈലന്റ് ആകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.